ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി ലയണൽ മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. റയൽ മാഡ്രിഡ് പരിശീലകൻ ഹോസെ മൊറിഞ്ഞോയ്ക്കാണ് മികച്ച കോച്ചിനുള്ള പുരസ്കാരം. ബ്രസീലിന്റെ മാർത്ത മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗോളടി മികവാണ് തുടർച്ചയായ രണ്ടാം തവണയും മെസ്സിയെ ലോക ഫുട്ബോളറാക്കിയത്. ഫിഫയുടെ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരവും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിന്റെ ബാലൻഡിയോറും സംയോജിപ്പിച്ച ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. സ്പെയിനിനെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇനിയേസ്റ്റയെയും സാവിയെയും മറികടന്നാണ് മെസ്സി ഫിഫ ബാലൻഡിയോറിന് അർഹനായത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി കെട്ടഴിച്ച മികച്ച കളിയും തിരഞ്ഞെടുപ്പിൽ നിർണായകമായി. തന്ത്രങ്ങളുടെ ആചാര്യൻ ഹൊസെ മൊറിഞ്ഞോയ്ക്ക് സീരി എ, ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ഇറ്റാലിയ കിരീടങ്ങൾക്കൊപ്പം മറ്റൊരു ബഹുമതി കൂടിയാണ് മികച്ച കോച്ചിനുള്ള ഫിഫയുടെ പുരസ്കാരം. തുടർച്ചയായ 5ാം തവണയും എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് മാർത്ത വനിതാ ഫുട്ബോളറാകുന്നത്. ജർമ്മനിയുടെ ഫാറ്റ്മർ ബച്ച്മറിനെയും 3 തവണ ലോക ഫുട്ബോളറായിട്ടുള്ള ബിജിറ്റ് പ്രിൻസിനെയും പിന്തള്ളിയാണ് മാർത്തയുടെ നേട്ടം. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്. തന്റെ പിൻഗാമിയായി മറഡോണ വാഴിച്ച ലയണൽ മെസ്സി ക്ലബ് ഫുട്ബോളിലെ മാസ്മരികതയിലൂടെയാണ് ഇത്തവണ ലോക ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോളൊന്നും നേടാനൊത്തില്ലെങ്കിലും ക്ലബ് ഫുട്ബോളിൽ 54 ഗോളുകളാണ് കഴിഞ്ഞ വർഷം മെസ്സി അടിച്ചുകൂട്ടിയത്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട 5 ലീഗുകളിൽ കളിക്കുന്ന ഏതൊരു താരത്തെക്കാളും ഗോളുകൾ മെസ്സി കഴിഞ്ഞ വർഷം അടിച്ചുകൂട്ടി. ചാമ്പ്യൻസ് ലീഗിൽ 12 ഗോളുകളോടെ ടോപ്പ് സ്കോററായ മെസ്സി ലാ ലിഗയിൽ 36 കളികളിൽ നിന്നായി 42 ഗോളുകളും അടിച്ചു. അർജന്റീനയ്ക്കും ബാഴ്സലോണയ്ക്കും വേണ്ടി കഴിഞ്ഞ വർഷം 60 ഗോളുകളാണ് മെസ്സി നേടിയത്. 2007 അർജന്റീനയെ കോപ്പ അമേരിക്ക റണ്ണേഴ്സപ്പ് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മെസ്സിയായിരുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡലിന് പിന്നിലെ കാലും ഈ 23-കാരൻ്റേതായിരുന്നു. ഏത് വിഷമകരമായ ആംഗിളിൽ നിന്നും കൃത്യതയോടെ നെറ്റിലേക്ക് ബോൾ അടിച്ചു കയറ്റുന്ന ഈ ഫോർവേഡ് ലോക ഫുട്ബോളറാകാൻ തികച്ചും അർഹൻ തന്നെ. സ്പോർട്സ് ഡെസ്ക്, മനോരമ.